ഫണ്ട് എവിടെ കോൺഗ്രസ് എന്ന് ചോദിച്ചതിന് പകരം വീട് എവിടെ സർക്കാർ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷുവും കഴിഞ്ഞു, സംക്രാന്തിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അത് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഏറ്റവും വലിയ പ്രചരണ ആയുധമായിരുന്നു വീടുകൾ, ടൗൺഷിപ്പ് ഉണ്ടാക്കി. നമ്മുടെ ചൂരൽമലയിൽ വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇടം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു പുതിയ സ്പേസ് ഉണ്ടാവുക, ടൗൺഷിപ്പ് ഉണ്ടാകുക എന്നത്. അപ്പം ഇലക്ഷന്റെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രചരണ ആയുധങ്ങളിലൊന്നും ചൂരൽമലയിലെ വീടുകളാണ്. അത് തന്നെ വൈകാരികമായി നമുക്ക് പല രീതിയിലും കാണാമെങ്കിൽ പോലും അത് വളരെയധികം പ്രാധാന്യം അർഹിച്ചൊരു കാര്യമാണ്. അതുവഴി ഒരുപാട് അതിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റും നടക്കുകയുണ്ടായി. പക്ഷെ ഇപ്പം വിഷു കഴിഞ്ഞിരിക്കുന്നു. 1.5 മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഈ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. നമ്മുടെ ഇലക്ഷന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡേറ്റ് ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നത്. എന്നാൽ അത് കഴിഞ്ഞിപ്പോ ഇത്രയും നാളായിട്ടും അവിടെ കയറിയൊക്കെ താമസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പോ ഒരു ബാത്റൂം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രെയിനേജ് സംവിധാനങ്ങളില്ല, വെള്ളമില്ല, അതിന്റെ കറണ്ടിന്റെ കാര്യങ്ങൾ അത് വളരെ വ്യക്തമായി അവിടെ ഒരു താമസയോഗ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ആ വീടിന്റെ ഉള്ളിൽ നടന്നിട്ടില്ല. പക്ഷെ പുറത്തേക്ക് ഒരു വീട് എന്ന് പറയുന്ന രീതിയിൽ അത് വളരെ കൃത്യമായി പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സൗകര്യങ്ങൾ ഒരു മനുഷ്യൻ ജീവിക്കാൻ തക്കതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തേക്ക് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത് 178 വീടുകളാണ്. 178 വീടുകളാണ്. അത് മാത്രം ഒരു ടൗൺഷിപ്പ് താക്കോൽദാനം കഴിഞ്ഞതാണ്. അതെ, കഴിഞ്ഞിട്ടും ഇവർക്ക് താമസിക്കുമ്പോൾ കിട്ടുന്ന അവസ്ഥയാണ് താമസിക്കുക. പക്ഷെ ഒരു കാര്യം ഹർഷ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ, ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള അതായത് വടക്കോട്ടുള്ള മലബാറിലേക്കുള്ള മണ്ഡലങ്ങളിൽ മാത്രമല്ല, തെക്കോട്ടുള്ള ജില്ലകളിൽ ഉൾപ്പെടെ സർക്കാരിന്റെ വലിയ ഹോർഡിങ്ങുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ചൂരൽമല ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയ സർക്കാരിന് LDF അല്ലാതെ മറ്റാരോട് വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരുന്നു പ്രചരണം എന്ന് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമുള്ളൂ, ശരിക്കും ഇവര് ടൂളാക്കുകയല്ലായിരുന്നു സർക്കാർ? അതായത് ഒരു ഇലക്ഷൻ വരുന്നു, ഇലക്ഷൻ സമയത്ത് ഞങ്ങൾക്ക് പ്രചരണം നടത്താൻ വേറെ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. കുറച്ച് വീടും കുറച്ച് പാലവും കുറച്ച് റോഡും ഒക്കെ പണിതിട്ടുണ്ട്, കുറച്ച് വികസനം പറയാനുണ്ട്, വേറെ ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് പറയാനില്ല. അപ്പോൾ പിന്നെ എടുത്തിടാനുള്ള മെയിനായിട്ടുള്ള കാര്യം, ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായിരുന്ന പിന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കി. അത് ശരിയാണ്, ടൗൺഷിപ്പ് എടുത്ത് നമുക്ക്. അപ്പോൾ ശരിക്കും ഈ ദുരന്തബാധിതരെ കളിയാക്കുന്നത് ആരാ? ദുരിതബാധിതരെ കളിയാക്കുന്നതിന് അപ്പുറം ഒരു നൽകപ്പെട്ട വാക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ചതി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്ര നാളുകളിൽ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാവും എന്ന് പറയുന്നു, അത് കിട്ടാതെ വരുന്നു എന്ന് പറയുമ്പോൾ അത് കൊട്ടിഘോഷിക്കപ്പെട്ടവർ തന്നെയാണ് അതിനകത്തൊരു ചോദ്യമുനയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ മറുവാദമായിട്ട് എപ്പോഴും വരുന്നത് കോൺഗ്രസ് നൽകാമെന്ന് പറഞ്ഞ വീടുകൾ എവിടെ പോയി, അവർ ഇതുവരെ അതിനൊരു പരിപാടിയും ചെയ്തിട്ടില്ലോ എന്നൊരു മറുവാദമാണ് വരുന്നത്. കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ഇവരുടെ കണക്കുകൾ, അതായത് ഇല്ലെങ്കിൽ പ്രചരണ ആയുധമാക്കിയപ്പോൾ ഇതിനെ സർക്കാർ എന്തുകൊണ്ട് ഇത് പൂർത്തീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള സാധനം പറഞ്ഞാണ്. പക്ഷെ കോൺഗ്രസിന് അത് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഫണ്ടിന്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇത് താമസിച്ചതിന് കാരണമായിട്ട് വേണമെങ്കിൽ ഭൂമി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഹാരിസൺ മലയാളത്തിന്റെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അർഹതപ്പെട്ട അതിന്റെ പാട്ടകാലാവധി എല്ലാം കഴിഞ്ഞ് അവിടെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇതില്ല എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പരിപാടികളെല്ലാം നടത്തി ഒരു ടൗൺഷിപ്പ്, അത് വളരെ മനോഹരമായിട്ടുള്ള ടൗൺഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഈ പരിപാടി കഴിഞ്ഞതിന്റെ വളരെ റീസെന്റ് ആയിട്ട് തന്നെ അവിടെ ഇടവഴികളിലൊക്കെ പാകിയിട്ടുള്ള ഇതേപോലത്തെ ഇന്റർലോക്കുകൾ എടുത്തുകൊണ്ട് പോവുക, ലോണുകളിൽ ഇട്ടിട്ടുള്ള മറ്റേ മനോഹരമായ പുൽത്തടികൾ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ടൗൺഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ട വേറെയും എസെൻഷ്യൽസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആശുപത്രി, സ്കൂളുകൾ, അംഗൻവാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അതിന്റെ പരിപാടികൾ തുടങ്ങിയിട്ട് പോലില്ല. അപ്പൊ മൊത്തത്തിലൊരു പൂർത്തീകരിക്കാത്ത, എപ്പോഴും പറയപ്പെടുന്ന എന്താണ്, UDF ഗവൺമെന്റ് എപ്പോഴും തറക്കല്ലിട്ട് പോകുന്നവരാണ്. അത് അങ്ങനെയൊക്കെയാണ് തന്നെ, അത് സത്യമാണ്. ഒരു പരിധി വരെ തറക്കല്ലുകൾ എല്ലാ പരിപാടിക്കും തുടക്കം കുറിച്ചിട്ട് ബാക്കി പരിപാടികൾ ഏറ്റെടുക്കാതെ പോകുന്നവരാണ്. അതെ, അത് കോട്ടയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ആകാശപാതയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു തുടക്കം നടത്തിയിട്ട് അതിന്റെ ഒരു എസൻസ് മാത്രം എടുത്തുകൊണ്ട് എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ കടന്നു പോകാനാണോ ഈ ശ്രമിക്കുന്നത് എന്നുള്ളിടത്താണ് നമുക്കൊരു ദുഃഖം ഇരിക്കുന്നത്. ശരിക്കും ഇത് തന്നെ ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ കടന്നു പോകാനുള്ള ഒരു, അതായത് വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ടല്ലോ, ഇത് ആരോടാണ് ചെയ്യുന്നത്? അതായത് ഇതുവരെ ഇല്ലാതിരുന്ന ദുരന്തം അനുഭവിച്ച കുറച്ച് മനുഷ്യര്, എല്ലാം നഷ്ടപ്പെട്ടു പോയവര്, ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അതിനകത്തല്ലേ. എത്രയോ ആൾക്കാരുടെ കണ്ണീരിൽ കുതിർന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് സർക്കാർ ഇങ്ങനെ ഒരു വഞ്ചന കാണിക്കുന്നുള്ളതാണ്. അതായത് ഇവർ കൊട്ടിഘോഷിക്കുന്നത് എന്താണ്? ഞങ്ങൾ ആ വീട് കൊടുത്തു, ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു, കൊടുത്തു, എല്ലാവർക്കും 178 പേര് വെക്കുന്നത്. ഇങ്ങനെയാണ് 178 പേരും. അത് ഞാൻ പറയുന്നത് ഇതിനെ മോശമായ അർത്ഥത്തിൽ അല്ല ഞാൻ ചിത്രീകരിക്കുന്നത്. കാരണം അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള
ഇമോഷനാണ് അവിടെ വന്ന് കാണിക്കുന്നത്. പക്ഷെ അതിനെ വരെ എടുത്തു വെച്ചിട്ട് കരഞ്ഞ് മന്ത്രിമാരോട് നന്ദി പറയുന്നതും ഒക്കെ PR വർക്കിന് ഉപയോഗിക്കുകയാണ്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ കണ്ട് എന്നിട്ട് ഇവർക്ക് കയറി താമസിക്കാനുള്ള ഒരു സ്ഥലം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇവരെ വെച്ച് നാടകം കളിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അതായത് ഒരു തരത്തിൽ പരിഹസിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇത് വഞ്ചനയേക്കാൾ ഉപരി ഈ അത്രയും ദുരന്തബാധിതരോട് ചെയ്യുന്നിട്ടുള്ള ഒരു കളിയാക്കലല്ലേ? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പായി, എന്നാൽ പിന്നെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്നാൽ, പക്ഷെ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിന് നിൽക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ആയിക്കോ എന്നുള്ള ലൈനിൽ അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ അങ്ങനെ തന്നെയാണ് അതിനെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല ഇവർക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫണ്ടുണ്ട്, അത് ആ വീട് പണിത് നൽകിയത്, അതിന് താമസിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ പഴയ വീടുകളിൽ തന്നെ ആയിരിക്കും താമസിക്കുക, ബട്ട് സ്റ്റിൽ ആ ആനുകൂല്യങ്ങൾ, ആ പൈസയൊന്നും കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലല്ല. അതിൻ്റെ ഒരു അന്തർലീനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇലക്ഷനെ മുൻകണ്ടുകൊണ്ട് മാത്രം നടത്തിയിട്ടുള്ള ഒരു പോലെയാണത്. ഇനി അപ്പൊ പലരും പറയുന്നത് ഇനി ഒരു വർഷം എടുത്താൽ പോലും ടൗൺഷിപ്പ് പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ഒരു കാര്യമാണ് അതിനകത്ത് സംശയമായിട്ട് വരുന്നത്. മുസ്ലിം ലീഗിന്റെ ഒക്കെ വീടുകളൊക്കെ വളരെ നന്നായിട്ട് പണി കഴിച്ച് നൽകപ്പെട്ട ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണിത്. കാരണം 1-2 കോടിയല്ല, കോടിക്കണക്കിന് രൂപകളാണ് നമുക്ക് ഈ ഒരു കാര്യത്തില് ഇന്ത്യയിൽ നിന്ന് 800 കോടിയില് നമ്മള് എല്ലാരും കൂടെ പിരിച്ചു കൊടുത്ത 800 കോടിയാണ്. ആ 800 കോടിയിൽ സർക്കാർ ചെലവഴിച്ചത് 100 കോടിയിൽ താഴെ പൈസ മാത്രമാണ്. പിന്നെ അതിനകത്ത് തന്നെ ഈ വീട് വാടക അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ചെലവുകൾ ഉൾപ്പെടെ സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ ഇതിന് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകൾ കൊടുക്കുന്നുണ്ടല്ലോ, ഈ വീടുകൾ കൊടുക്കുന്ന എന്തോ ഔദാര്യമാണെന്നുള്ള രീതിയിലാണ് ഈ സംസാരിച്ചതൊക്കെ അത്രയും അല്ലേ? സർക്കാരിന്റെ ചുമതലയും ഔദാര്യമാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും സംസാരിച്ച കാര്യമാണ്. എന്നിട്ടും ഇത്ര ഒരു പ്രചരണം നടത്തുന്നു. പക്ഷെ പ്രചരണം നടത്തിയിൽ അതെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ ശരിക്കും സർക്കാരിന് കഴിയേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഈ ചെയ്തിട്ടുള്ളത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇലക്ഷനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടലാണെന്ന് തന്നെയാണ് വിശകലനമായിട്ട് നമുക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നീതി ലഭിക്കട്ടെ, അവർക്ക് വീടുകളും കിട്ടട്ടെ, അവർക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും പറ്റും. അതിനാണ് നമ്മളുടെ ഒരു പഴയ പോലെ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം വളരെയധികം ഇതാണ്. പക്ഷെ സ്റ്റിൽ നമ്മളെ കൊണ്ട് സാധാരണ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തോ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുക, അത് അതിന്റെ ഫലം കാണുക, മനുഷ്യർക്കുടെ മനസ്സിലൊരു ചിരിയോ പുഞ്ചിരിയോ ഒക്കെ ഉണ്ടാവുക ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്.